സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. 30 വയസ്സ് പ്രായമാകുന്നതുവരെ ദൈവത്തിൻ്റെ ആലയത്തിലായിരുന്നു. ദൈവദാസനെ സേവിച്ചുകൊണ്ടേയിരുന്നു. ദൈവദാസൻ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, നിൽക്കുവാൻ പറഞ്ഞാൽ നിൽക്കും. അദ്ദേഹത്തിനോട് പറയാതെ മീറ്റിങ്ങിനോ മറ്റോ പോയാൽ ആരോട് ചോദിച്ചിട്ട് പോയി എന്ന് ചോദിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്? ഞാൻ എന്താ സിനിമയ്ക്കാണോ പോയത്, മറ്റെവിടെയെങ്കിലുമാണോ പോയത്? മീറ്റിങ്ങിന് വേണ്ടിയല്ലായിരുന്നോ? ഇതിനെ എന്തിനാണ് ചോദ്യം ചോദിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് പോകണം, പ്രാർത്ഥനയോടുകൂടി പോകണം, അനുസരണയുള്ളവനായി ദൈവത്തിന്റെ വേല ചെയ്യണം എന്നുള്ളതായ പാഠം ഞാൻ പഠിക്കുവാനിടയായി. എന്നാൽ ഇന്ന് യൗവനത്തിലായിരിക്കും ദൈവദാസന്മാർക്ക് അങ്ങനെയുള്ള ശീലങ്ങളില്ല. ഒരു ആത്മീയ പിതാവായിട്ട് അവരെ നടത്തുന്നതായ ഒരു വ്യക്തിയെ അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ദൈവം എന്നോട് നേരിട്ട് പറയുമെന്ന് പറയുന്നു. ശരിയാണ്, അവൻ നേരിട്ട് പറയും. നിന്നോട് പറയുന്നതായ ദൈവം നിന്റെ ആത്മീയ പിതാവിനോട് പറയും, നിന്റെ പാസ്റ്ററിനോട് പറയും, നിന്റെ ഭാര്യയോട് പറയും, നിന്റെ പിതാവിനോട് പറയും, നിന്റെ മാതാവിനോട് പറയും, നിന്റെ ഭർത്താവിനോട് പറയും. നിന്നോട് മാത്രം രഹസ്യമായിട്ട് പറയില്ല. എന്താണ്? നിങ്ങളോട് മാത്രം സീക്രട്ടായിട്ട് പറയുമോ? ബൈബിളിൽ നോക്കുക. ശൗൽ യേശുവിനെ ദർശനത്തിൽ കൂടി കാണുവാനിടയായി, യേശുവിനെ നേരിട്ട് കാണുവാനിടയായി. എന്നാൽ നീ പുറപ്പെടുക, അനന്യാസ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. എനിക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമില്ല, ഞാൻ യേശുവിനെ തന്നെ നേരിട്ട് കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്യാസ് എന്ന ഒരു ദൈവദാസൻ തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി. അനന്യാസിനോട് അവൻ പറഞ്ഞു, ശൗൽ വരുന്നുണ്ട്, അവന് വേണ്ടി നീ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശൗലിനെ എനിക്ക് അറിയുകയില്ല, എങ്ങനെയാണ് അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? അവൻ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നവനാണ്, അവൻ നീചനായ വ്യക്തിയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, അനന്യാസേ, അവനിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ശൗൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പോയി നോക്കുക. എന്താണ്? കൊർനെല്യോസിനോട് ദൈവം പറഞ്ഞു, പത്രോസ് എന്നു പേരുള്ള ഒരുവനുണ്ട്, കൈസേരിയിലേക്ക് ആളയച്ച് അവനെ വിളിപ്പിക്കുക, അവൻ എൻ്റെ വചനം പറയും, കേൾക്കൂ. എന്താണ്? ദൈവം തന്നെ സംസാരിക്കുമ്പോൾ മറ്റൊരു ദൈവദാസൻ എന്തിനാണ്? അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. പത്രോസിനോട് കർത്താവ് പറയാനിടയായി, വെൺമാടത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ പുഴുക്കളെയൊക്കെ ഇങ്ങോട്ട് ഇറക്കി തന്നു. എന്താണ് കർത്താവ്, ഈ പുഴുക്കൾ ഞാൻ കഴിക്കണമെന്ന് ചോദിച്ചു. ഞാൻ യഹൂദന്മാരുടെ മാത്രം ക്രിസ്തുവാണെന്ന് നീ വിചാരിക്കുന്നു? ഒരു പ്രത്യേക ദൈവജനത്തോട് മാത്രം പ്രസംഗിക്കണമെന്നാണ് നീ വിചാരിക്കുന്നത്? ഇത് അന്യജാതിക്കാരുടെ ഇടയിലേക്ക് നീ പോകണം, ഇപ്പോൾ നിനക്ക് വിളി ലഭിക്കുവാനിടയാകും, അവിടെ ചെന്ന് വചനം പറയൂ എന്ന് പറയാനിടയായി. പത്രോസ് കടന്നു ചെന്നപ്പോൾ ആ ഭവനത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടാകാനിടയായി. ആ വീട്ടുകാരെല്ലാം രക്ഷിക്കപ്പെടുവാനിടയായി. ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവവേല ചെയ്യുന്നതാണ് ഉത്തമം. വലിയ വേല ചെറിയ വേല എന്നൊന്നുമില്ല. 1000 പേരുള്ളപ്പോൾ സന്തോഷിക്കുകയും 100 പേരുള്ളപ്പോൾ വിഷമിക്കുകയും ചെയ്യുന്നതല്ല. ഒരാളെ ഉള്ളുവെങ്കിലും വിശ്വസ്തയോടെ പ്രസംഗിക്കുന്നതാണ് യഥാർത്ഥമായ ദൈവദാസന്റെ ഉത്തരവാദിത്തം. ഞാൻ പറഞ്ഞതായ ഇടത്തിലേക്ക് പോവുക, ഞാൻ പറഞ്ഞ വാക്യങ്ങൾ അവിടെ ചെന്ന് പറയൂ. 7 പേരെ മേശയിൽ ശുശ്രൂഷിക്കാൻ തിരഞ്ഞെടുത്തു. അതിൽ ഒരാളായിരുന്നു ഫിലിപ്പോസ്. അവനവിടെ അധികാരവും പദവി കൊടുത്തപ്പോൾ അവൻ എന്താണ് പറഞ്ഞത്? ഞാൻ സുവിശേഷം പറയാൻ പോവുകയാണ്. ശമരിയിൽ പോയിട്ട് സുവിശേഷം പറഞ്ഞു. ശമരിയിൽ അനേകം ആളുകൾ രക്ഷിക്കപ്പെട്ടു. അവർ സ്നാനപ്പെടാനിടയായി. അവിടെ നല്ലൊരു സഭയുണ്ടാക്കാനിടയായി. വളരെ സന്തോഷത്തോടെ ആയിരിക്കുകയാണ്. ഒരു ദിവസം ദൈവത്തിന്റെ സ്വരം കേട്ടു, ഫിലിപ്പോസേ, നീ പോവുക, ഗസയിലേക്ക് പോകുന്ന നിർജ്ജന പ്രദേശത്ത് ഒരു രഥം പോകുന്നുണ്ട്, ആ രഥത്തെ അനുഗമിച്ചു പോവുക എന്ന്. എന്താണ് കർത്താവേ, ഇവിടെ നല്ലൊരു സഭയുണ്ട്, അനേകം ജനങ്ങളുണ്ട്, ഇവയെല്ലാം വിട്ടിട്ട് വിജന പ്രദേശത്തേക്ക് പോകാനാണോ ഇപ്പൊ പറയുന്നത്? ഒരു മനുഷ്യന് വേണ്ടി ഞാൻ അവിടേക്ക് പോകണമെന്നാണോ? അവൻ ഉടൻ തന്നെ പുറപ്പെടാനിടയായി. ആ രാജകൊട്ടാരത്തിലെ അധികാരിയെ കർത്താവിന് വേണ്ടി രക്ഷിച്ചു. എന്റെ ശുശ്രൂഷയിൽ ഞാൻ അറിഞ്ഞ കാര്യമാണ്. നല്ലതായിട്ട് ശുശ്രൂഷ നടന്ന ഒരു ദേവദാസിന്റെ ഇടയിൽ നിന്ന് എന്നോട് പോകാൻ പറഞ്ഞു. ഒരുപാട് കഷ്ടത അനുഭവിച്ചുകൊണ്ട് കാപ്പാരം എന്നുള്ളതായ ഗ്രാമത്തിൽ ദൈവവേല ആരംഭിക്കുവാൻ പറഞ്ഞപ്പോൾ ആ ഗ്രാമത്തിൽ പോയി ദൈവവേല ആരംഭിച്ചു. അപ്പോൾ 2-3 പേർ ആയിരിക്കും അവിടെ സഭയിൽ വരുന്നത്. അവർ തരുന്നതായ അരിയൊക്കെ വാങ്ങിച്ചാണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. ദശാംശം നൽകാൻ അവരുടെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. അവർ നൽകുന്ന അരിയായിരുന്നു. അത് കഴിച്ചാണ് ഞാനും ഭാര്യയും ജീവിച്ചിരുന്നത്. ഒരു ദിവസം എൻ്റെ അമ്മായിമ്മ വന്നപ്പോൾ പറഞ്ഞു, അയ്യോ, എൻ്റെ മകൾ വളരെ ക്ഷീണിച്ചിരിക്കുന്നു, ഈ അരി തിന്നുകയാണെങ്കിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞ് നൂല് പോലെ ആയിരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, എൻ്റെ മകനെ മെലിഞ്ഞിരിക്കുകയാണ്. എന്താണ്? അതായിരുന്നു ഞങ്ങൾ കഴിച്ചത്, ഞങ്ങളുടെ മക്കൾക്കും അതായിരുന്നു കൊടുത്തത്. ഞങ്ങൾ ദൈവത്തിൻ്റെ ഹിതം ചെയ്തു, അവൻ പറഞ്ഞതനുസരിച്ചു. ഞങ്ങളെ ദൈവം അനുഗ്രഹിച്ചു, മക്കളെ അനുഗ്രഹിച്ചു. നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ ദൈവത്തെ അനുസരിച്ച മക്കളെ അനുഗ്രഹിക്കും. അവർക്കൊരു കുറവും ഉണ്ടായിരിക്കുകയില്ല.
ഞാനവിടെ കഷ്ടപ്പെട്ട് ദൈവവേല ചെയ്തപ്പോൾ ആ ഗ്രാമത്തിൽ നിന്ന് തന്നെ അവർ തല്ലിയോടിക്കാൻ എറിഞ്ഞോടിക്കുവാൻ വേണ്ടി പരിശ്രമിക്കാനിടയായി. എന്നാൽ അനേകർ രക്ഷിക്കപ്പെടുവാനിടയായി. അവിടെ നല്ലൊരു സഭ ഉണ്ടായി. ആ ചുറ്റുപാടുമുള്ള അനേകം ഗ്രാമങ്ങളിൽ ചെന്നിട്ട് ദൈവവേല ചെയ്തിരുന്നു. എവിടെ ചെന്നാലും ഞങ്ങളുടെ സഭയിലേക്ക് വരിക, ഞങ്ങളുടെ സഭയിലേക്ക് വരിക. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട്, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ട് ഒരുപാട് സഭകളിൽ ചെന്നിട്ട് വചനം പറയുമായിരുന്നു. അന്ന് TV റേഡിയോ ഒന്നുമില്ല. മിക്ക സഭകളിലും ഞാൻ പോകുമായിരുന്നു. എന്നെ അവർ ക്ഷണിക്കുമായിരുന്നു, സ്തോത്രാഴ്ചയൊക്കെ നൽകുമായിരുന്നു. അന്ന് ഒരുപാട് കഷ്ടതയൊന്നുമില്ല. ഇപ്പോൾ മീറ്റിംഗ് സംഘടിപ്പിക്കണമെങ്കിൽ ഒരുപാട് കഷ്ടതയാണ്. അവിടെ ഞങ്ങൾ സുഖമായിട്ട് താമസിച്ചു. ഞങ്ങൾക്ക് നല്ലൊരു വീടും അവിടെ കിട്ടുവാനിടയായി. 3 കുട്ടികൾ ഞങ്ങൾക്ക് ജനിച്ചു സുഖമായിട്ട്. ആന്ധ്രയിൽ താമസിക്കുന്ന എത്ര സുഖകരമാണെന്നറിയാമോ? നല്ല ആഹാരം, നല്ല പഴങ്ങള്, നല്ല പച്ചക്കറികള്. അതുപോലെ അവിടെ എവിടെ നോക്കിയാലും വളരെ മൊത്തം പച്ചപ്പ് നിറഞ്ഞതായ ഗ്രാമപ്രദേശങ്ങളാണ്. പാല് പോലും ഞങ്ങൾക്ക് വാങ്ങിക്കണ്ടായിരുന്നു. പാത്രത്തിൽ കൊണ്ടുവന്ന ആളുകൾ തരുമായിരുന്നു. പച്ചക്കറികളെല്ലാം വീട്ടിൽ കൊണ്ട് തരുമായിരുന്നു. വളരെ സുഖത്തോടെ താമസിച്ചു വരുന്ന സമയത്താണ് കർത്താവ് പറഞ്ഞത്, എഴുന്നേൽക്കുക, പുറപ്പെടൂ. അപ്പോൾ പറഞ്ഞു, എന്താണ് കർത്താവ്, ഇപ്പോഴല്ലേ ഞാൻ ഒരു സഭയൊക്കെ പണിയുവാൻ ഇടയായത്? ഇപ്പോൾ എല്ലാവരും എന്നെ കാണുമ്പോൾ സ്തോത്രം പറയുന്നുണ്ട്. കല്ലുകൊണ്ട് എറിയാൻ വന്ന ആളുകളൊക്കെയും ഇപ്പോൾ രക്ഷിക്കപ്പെട്ടു, മാനസാന്തരപ്പെട്ടു. ഇവിടെ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്, സുഖമാണ്, നല്ല ആഹാരമുണ്ട്. എല്ലാവരും സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. നല്ല സുഖമായിട്ടിരിക്കുന്നോ? സുഖമാണോ പാസ്റ്ററെ? സുഖമാണോ പാസ്റ്റർ? ഹായ്, സുഖമായിരിക്കുന്നോ? ഹോ, ആ കുശലം കേട്ടാൽ വയറ് നിറയുവാനിടയാകും. എല്ലാം സുഖമായിരിക്കുമ്പോൾ വീണ്ടും എന്തിനാണ് കർത്താവ് എന്നെ പറഞ്ഞു വിടുന്നത്? ഇവിടെ നിന്ന് പോവുക, മദ്രാസിലേക്ക് പോവുക. വീണ്ടും അങ്ങോട്ട് പോകണമോ? ആ ഉപ്പുവെള്ളമുള്ള സ്ഥലത്തേക്കാണോ? 3 മക്കളെയുമായിട്ട് ഞാൻ എങ്ങനെയാണ് മദ്രാസിലേക്ക് പോകുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. 1987 3 മക്കളെയും പിടിച്ചുകൊണ്ട് മദ്രാസിലേക്ക് പോകാനിടയായി. അവിടെ ഞാൻ വീടിന് വേണ്ടി അന്വേഷിച്ച് നടക്കാനിടയായി. അപ്പോൾ 725 രൂപ വാടകയ്ക്ക് ഒരു ചെറിയ വീട് എനിക്ക് വാടകയ്ക്ക് കിട്ടി. അതിനുശേഷം 100 നിബന്ധനകളാണ് പറയുന്നത്. ഇവിടെ പ്രാർത്ഥനയൊന്നും വെക്കുവാൻ പാടില്ല, ഇവിടെ ഒച്ചയും ബഹളം ഉണ്ടാക്കുവാൻ പാടില്ല. വേണ്ട, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സ്ഥലം തന്നാൽ മതി. 125 രൂപയാണ് സ്തോത്ര കാഴ്ച. എങ്ങനെയാണ് 725 രൂപ റെന്റ് കൊടുക്കുന്നത്? ഒരുപാട് തവണ എൻ്റെ ജീവിതത്തിൽ ഞാൻ കഷ്ടപ്പെട്ടു. പിശാച് എത്ര തന്ത്രശാലിയാണെന്നറിയാമോ? ഞാൻ ആദ്യം കാപ്പാരത്തിൽ പോയതായ സമയത്ത് 1.25 രൂപയാണ് അവിടെ സ്തോത്ര കാഴ്ച കിട്ടുന്നത്. 1.25 രൂപയാണ് ഒരാഴ്ച കിട്ടുന്നത്. അത് വെച്ചാണ് 2 പേര് ഒരാഴ്ച കഴിയേണ്ടത്. ഞാൻ ജനിച്ചന്നു മുതൽ അത്രയും കഷ്ടപ്പെട്ട ജീവിതം നയിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ വീട്ടിൽ നല്ല സൗകര്യമുണ്ടായിരുന്നു, വീട്ടുകാരെല്ലാം നല്ല രീതിയിലായിരുന്നു. എന്നാൽ ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടുത്തു. ബന്ധുക്കൾ ഞങ്ങൾക്ക് ആവശ്യമില്ല, ദൈവത്തിന് വേണ്ടി ഞങ്ങൾക്ക് ജീവിക്കണം. ബന്ധുക്കൾ പലരും ചോദിക്കാനിടയായി, നീ എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഉൾഗ്രാമത്തിൽ വന്ന് നിൽക്കുന്നത്? ഇവിടെ നിനക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. ഗ്രാമത്തിൽ നിനക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഉൾഗ്രാമത്തിൽ വന്ന് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഗ്രാമത്തിൽ ദൈവവേല ചെയ്ത അനേകം ആളുകൾ ഇന്ന് വലിയ വലിയ ദേവദാസന്മാരായിട്ടുണ്ട്. ഒരാൾ പറഞ്ഞു, നീ മെഡിക്കൽ റെപ്പായിട്ട് ജോലി ചെയ്യുക, ഡോക്ടർമാരുടെ അടുക്കൽ ചെന്നിട്ട് നിനക്ക് സുവിശേഷം പറയാൻ കഴിയും, നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയും. അങ്ങനെ പറയുവാനും ഇടയായി. ഞാൻ പറഞ്ഞു, എനിക്ക് ആവശ്യമില്ല, ദൈവം എങ്ങനെയാണ് വിളിച്ചത് അങ്ങനെ തന്നെ ചെയ്യും. ഒരു കൂട്ടർ എന്നെ വിളിക്കുവാനിടയായി. നിനക്കും നിന്റെ ഭാര്യയ്ക്കും ജോലി നൽകാം, വണ്ടി നൽകാം, എല്ലാ സൗകര്യങ്ങളും നൽകാം. ഈ കോട്ടഗിരി ട്രൈബൽ ഡെവലപ്മെന്റ്സിൽ ദൈവവേല ചെയ്യുവാൻ വേണ്ടി എന്നെ ക്ഷണിക്കുവാനിടയിൽ ഞാൻ പറഞ്ഞു, ഞാൻ ശമ്പളത്തിന് ജോലി ചെയ്യുകയില്ല. വിദേശത്തുള്ള അനേകരും വന്നിട്ട് ഉണർവ് മീറ്റിംഗുകൾ സംഘടിപ്പിക്കുവാനിടയായി. എന്നെ വിളിച്ചപ്പോൾ ഞാൻ പോയി. ദൈവത്തിൻ്റെ കൃപയിൽ അനേകം രക്ഷിക്കപ്പെടുവാനിടയായി. അദ്ദേഹം ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഞാൻ അമേരിക്കയിൽ നിന്ന് പണം അയച്ചു തരാം, കുറെ ദേവദാസന്മാരെ വെച്ചിട്ട് ഈ പ്രദേശത്തെല്ലാം സുവിശേഷ വേല ചെയ്യിക്കുവാനെന്ന്. എല്ലാവർക്കും ശമ്പളം കൊടുക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾക്കും ശമ്പളം തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കത് ആവശ്യമില്ല എന്ന്. എന്നെ കർത്താവ് വിളിച്ച വിളിക്കേ ഞാൻ അനുസരിക്കുകയുള്ളൂ. നിന്നെ ജനങ്ങൾക്ക് അധിപതിയായി സാക്ഷിയായി നിർത്താമെന്ന് അവൻ പറഞ്ഞു. ഞാൻ മറ്റൊരാളുടെ കീഴിൽ ശമ്പളത്തിന് വേണ്ടി വേല ചെയ്യില്ല. കുടിലിൽ താമസിച്ചുകൊണ്ട് ദൈവവേല ചെയ്യാനിടയായി. ആ കാലത്ത് ജോൺ ഡേവിഡ്, നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ദൈവദാസനാണ്. ഒരു ദിവസം എന്നെ നോക്കി പറഞ്ഞു, എന്താണ് മോനെ ഈ ചെയ്യുന്നത്? എന്താണ് നീ ഇത്ര കഷ്ടപ്പെടുന്നത്? എൻ്റെ കൂടെ വരിക, നിനക്ക് നല്ലൊരു പൊസിഷൻ തരാം. ഞങ്ങളുടെ കൂട്ടത്തിൽ ലെപ്രസി മിനിസ്ട്രി ഉണ്ട്, ഓർഫനേജുകളുണ്ട്, ഒരുപാട് തരത്തിലുള്ള മിനിസ്ട്രികളുണ്ട്. ഈസ്റ്റ് വെസ്റ്റ് എല്ലാം നിങ്ങൾക്ക് തരാം. യു ആർ ദ ഡയറക്ടർ, MD. അതുപോലെ നല്ല ശമ്പളവും നിങ്ങൾക്ക് നൽകാം. എല്ലാം നീ തന്നെ നോക്കി നടത്തുക എന്ന് പറഞ്ഞ ഒരു ദിവസം രാത്രി എന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് രാത്രി മുഴുവൻ എന്നെ ബ്രെയിൻ വാഷ് ചെയ്യുവാനിടയായി. ഞാൻ പറഞ്ഞു, എൻ്റെ വേല സാങ്കേതികമായിട്ടുള്ളത് അല്ല, സുവിശേഷ വേല ചെയ്യാനാണ് പറഞ്ഞതെന്ന്. എങ്കിൽ ഞാൻ വാൻ നൽകാമെന്ന് പറഞ്ഞു. കാറ് നൽകാം, ദേവദാസന്മാരെ നൽകാം, അങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ട് പോകൂ.
കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്ത് ചെയ്യണം? നീ എഴുന്നേറ്റ് പോക എന്ന് പറഞ്ഞു. അവിടുന്ന് ഞാൻ വെളുപ്പിനെ പറയാതെ തന്നെയാണ് എഴുന്നേറ്റ് പോകുന്നത്. അതിരാവിലെ എഴുന്നേറ്റ് പോകുന്നു. കയ്യിൽ പണമില്ല എന്നുള്ള കാര്യം പോലും മറന്നുപോയി. വിജയവാഡ വന്നിട്ട് വണ്ടിക്കൂലിക്ക് പൈസയില്ല. തിരിച്ചു പോകാൻ വേണ്ടി വണ്ടിക്കൂലിക്ക് പൈസയില്ല. അവിടെ ലക്ഷങ്ങൾ നൽകാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവിൻ്റെ ഹിതമനുസരിച്ച് വന്നപ്പോൾ എന്തായിരിക്കുന്നു? ടിക്കറ്റ് എടുക്കാൻ പോലുമുള്ള പണമില്ല. നടന്നു പോകാൻ കഴിയുകയില്ലല്ലോ. സങ്കടത്തോടെ അവിടെ കുത്തിയിരിക്കാനിടയായി. അന്ന് നിങ്ങളെപ്പോലെയുള്ള ആളുകളൊന്നും ഇല്ലല്ലോ, കാരണം നിങ്ങളെ എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് എന്നെ ആർക്കും മനസ്സിലാവുകയില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ എവിടെ പോയാലും എന്നെ ആളുകൾ മനസ്സിലാക്കും. ഇപ്പോൾ കയ്യിൽ പണം വയ്ക്കേണ്ട കാര്യം പോലുമില്ല. സ്തോത്രം പറയുന്ന സമയത്ത് 10 രൂപ തരാൻ പറഞ്ഞാൽ മതി. അപ്പോൾ തന്നെ എൻ്റെ പോക്കറ്റെല്ലാം നിറയ്ക്കാനിടയാകും. 10 ചോദിക്കുകയാണെങ്കിൽ 100 തരാനിടയാകും. അയ്യോ, എന്താണ്? അത്ര വലിയ ദൈവദാസനാണല്ലോ. ആ വിശ്വാസം! ഞാൻ ചിന്തിക്കാത്തയിടത്ത് ദൈവം അത്ഭുതകരമായി എന്നെ നടത്തി. എല്ലാം വിവരിക്കാനുള്ള സമയമില്ല. അത്ഭുതകരമായിട്ട് ഞങ്ങളുടെ ബന്ധുക്കളിൽ ഒരാൾ അതേ ബസ്സിൽ തന്നെ കയറുവാനായിട്ട് വന്നു. എൻ്റെ അരിയിലേക്ക് വരാൻ വേണ്ടിയാണ് വന്നത്. എന്നെ അവിടെ വെച്ച് കണ്ടിട്ട് അത്ഭുതപ്പെട്ട് തന്നോടൊപ്പം ടിക്കറ്റും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ, എളുപ്പത്തിൽ ചെയ്യാവുന്ന ദൈവവേലകൾ ഒരുപാടുണ്ട്. സ്വന്തം ആലോചന പ്രകാരം ചെയ്യുവാൻ കഴിയുന്നവ. ബിലയാമിൻ്റെ ഉപദേശം. ബിലയാം രാജാവ് വന്നെന്നറിഞ്ഞിട്ട് പോയി നമസ്കരിക്കുവാനിടയായി. ഞാൻ പോവുകയാണ് കർത്താവേ, പോവുകയാണ്. പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഞാൻ പോവുകയാണെന്ന്. പോയിട്ട് എന്ത് സംഭവിച്ചു? എന്താണ് സംഭവിച്ചത്? അവസാനം ബിലയാം കൊല്ലപ്പെട്ടതായിട്ട് ബൈബിളിൽ പറയുന്നു. തന്റെ വേല അവിടം കൊണ്ട് അവസാനിച്ചു. കഴുതയെക്കൊണ്ട് ബുദ്ധി പറയിപ്പിക്കേണ്ടതായ അവസ്ഥയുണ്ടായി. ദൈവവേല എന്ന് വെച്ചാൽ തമാശയല്ല. ദൈവവേല അത് എളുപ്പമുള്ള കാര്യമല്ല. ദൈവവേല എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാണുന്നത് പോലെ ആർഭാടങ്ങളും അട്ടഹാസങ്ങളും അല്ല. കണ്ണുനീരാണ്, കഷ്ടപ്പാടാണ്, വേദനയാണ്. എൻ്റെ അടുക്കൽ വന്ന പ്രാർത്ഥന വിഷയങ്ങൾ പറഞ്ഞ എല്ലാവരുടെയും കഷ്ടതകളും വേദനകളും എൻ്റെ മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എനിക്കൊരപ്പനില്ല. എന്തു പറ്റി? മദ്യപിച്ച് മരിക്കാനിടയായി. എത്രാമത്തെ വയസ്സിൽ? 42-ാമത്തെ വയസ്സിൽ. 45-ാമത്തെ വയസ്സിൽ പിതാവ് മരിച്ചുപോയി. ഞങ്ങളിപ്പോൾ അപ്പനില്ലാതെയാണ് ജീവിക്കുന്നത്. അമ്മ കഷ്ടപ്പെട്ട് ജോലി ചെയ്താണ് ഞങ്ങളെ വളർത്തുന്നത്. അപ്പൻ കുടിച്ച് മരിച്ചുപോയി. എത്രയോ ആളുകൾ ഇന്ന് മദ്യപാനത്തിന് അടിമകളായിട്ട് ജീവിക്കുന്നുണ്ട്. ദുഷ്ടപ്രവർത്തികൾ അധികമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിന്റെ മരണം അകാലത്തിൽ സംഭവിക്കും എന്ന് പറയുന്നു. നിന്റെ മക്കളെ അനാഥരാക്കിയിട്ട്, നിന്റെ ഭാര്യയെ വിധവയാക്കിയിട്ട് നീ മരിച്ചു പോകണം എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാണോ? ജനങ്ങൾ വന്ന് അവരുടെ ഭാരങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, എൻ്റെ സ്വന്തം സഹോദരനെ പോലെ, എൻ്റെ സ്വന്തം സഹോദരിയെ പോലെ, എൻ്റെ സ്വന്തം പിതാവിനെ പോലെ എൻ്റെ യേശുവിൻ്റെ സ്നേഹം എനിക്കവൻ നൽകിയിരിക്കുന്നത് കൊണ്ട് ആ സ്നേഹത്താലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പാസ്റ്റർ എന്ന രീതിയിലല്ല, പൂർണ്ണ മനസ്സോടെ ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ദൈവത്തോട് അപേക്ഷിക്കുന്നതായ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം ദൈവദാസന്മാർക്ക് ഉണ്ടായിരിക്കണം. പ്രവാചകൻ എന്ന് പറയുമ്പോൾ ദൈവിക ആലോചനകൾ മനുഷ്യനോട് പറയണം, മനുഷ്യന്റെ കാര്യങ്ങൾ ദൈവത്തോടും പറയണം, ദൈവത്തിന്റെ സന്നിധിയിൽ അപേക്ഷിക്കണം. ദൈവവേല എന്ന് പറഞ്ഞാൽ കുറിച്ച് പ്രസംഗിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങുന്നതല്ല, കാറിൽ കയറി പോകുന്നതല്ല. ചെയ്യുന്നതായ ശുശ്രൂഷകളെ മുദ്രവയ്ക്കണമേ കർത്താവേ. അതും ഞാൻ ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചതാണ്. എന്റെ യൗവനപ്രായത്തിൽ പ്രസംഗം ചെയ്യുന്ന സമയത്ത് എല്ലാ ദിവസവും ഉപവസിച്ച് ഞാൻ പ്രസംഗിക്കുവാൻ ശീലിച്ചിരുന്നു. പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ ആ ഭക്ഷണം കഴിക്കൂ. ഇപ്പോഴും എൻ്റെ ശീലം അതാണ്. പ്രസംഗം കഴിയുന്നത് 1 മണിയായാലും 2 മണിയായാലും അപ്പോഴേ ഞാൻ ഭക്ഷണം കഴിക്കൂ. അതിനു മുൻപ് ഞാൻ ഭക്ഷണം കഴിക്കില്ല. എൻ്റെ ഭാരം നീങ്ങണം, എൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റണം, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതാണ് എൻ്റെ ആഹാരം. ഉപവസിച്ചിട്ട് പ്രാർത്ഥിച്ച്, ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് സുഖമായി കിടന്നുറങ്ങിയ സമയത്ത് കർത്താവിനെ തട്ടി എഴുന്നേൽപ്പിക്കാനിടയായി. എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. വചനം പ്രസംഗിക്കുന്നതിന് മുമ്പ് എത്രമാത്രം പ്രാർത്ഥിക്കണമോ അതുപോലെ തന്നെ പ്രസംഗിച്ച ശേഷവും പ്രാർത്ഥിക്കണം. മനുഷ്യന്റെ ഹൃദയത്തിൽ വചനം ഉറയ്ക്കണം. ഒരു മരം നാം നടുകയാണെങ്കിൽ ഒരു കുഴി കുഴിച്ചിട്ട് മരം നട്ട് മണ്ണൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളം നാം ഒഴിക്കും, വീണ്ടും കുറച്ച് വെള്ളം ഒഴിക്കും. അങ്ങനെ ഒഴിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ വേര് ഇറങ്ങുവാനിടയാവുകയുള്ളൂ. ദൈവവചനം പ്രസംഗിച്ച ശേഷം കേട്ടതായ ആ പ്രസംഗ വചനങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തിൽ ഉറയ്ക്കണം. അത് ഫലം കായ്ക്കണം. അപ്പോൾ വരെയും ദൈവദാസൻ പ്രാർത്ഥിക്കണം. അതാണ് യഥാർത്ഥമായ ദൈവദാസൻ. കൂലിക്ക് പ്രസംഗിക്കുന്നവൻ പ്രസംഗകനല്ല. ലാഭത്തിനു വേണ്ടി പ്രസംഗിക്കുന്നവൻ പ്രസംഗകനല്ല. ദൈവവേല വ്യാപാരമായി കാണുന്നവൻ എങ്ങനെയാണ് ദൈവദാസനായി മാറുന്നത്? ഏത് സമയം നിന്നിൽ നിന്ന് എനിക്കൊന്ന് ലാഭം കിട്ടുമെന്ന് ചിന്തിക്കുന്നവൻ എങ്ങനെയാണ് ദൈവദാസനായി മാറുന്നത്? ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജനത്തെ
പരിപൂർണരാക്കി തികഞ്ഞവരാക്കിയിട്ട് അവരെ യേശുവിന്റെ മുൻപിൽ നിർത്തണം. അതാണ് പൗലോസിന്റെ ആഗ്രഹം. ഓരോ ഇടങ്ങളിൽ ചെന്നിട്ട് പൗലോസ് ആത്മാക്കളെ നേടിയ ശേഷം അവരോട് സംസാരിക്കാൻ ഇന്നത്തെ പോലെ ഫോണിലായിരുന്നു, യൂട്യൂബിലായിരുന്നു, ഒരു കത്തെഴുതാൻ പറ്റില്ലായിരുന്നു. എഴുതണമെങ്കിൽ തോലിന്റെ ചുരുളുകളിൽ എഴുതാനിടയാകണം. അങ്ങനെ കത്തുകൾ എഴുതിയിട്ട് മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം അതിലെഴുതിയിട്ട് ആ വിശ്വാസികളെ കേൾപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി അയക്കുമായിരുന്നു. അത് ഈ ദിവസം ബൈബിളിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. പൗലോസ് എഴുതിയിരിക്കുന്നതായ 13 ലേഖനങ്ങൾ എവിടെ നിന്ന് വന്നുവെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയോടുകൂടി ഒരു വിശ്വാസിക്ക് ആവശ്യമായിരിക്കുന്നതായ ആത്മീയ സത്യങ്ങളെയും അതുപോലെ അവർക്ക് ആത്മീയ ബലം പ്രാപിക്കുവാൻ ആവശ്യമായ ഉപദേശങ്ങളെയും സംഗ്രഹിച്ചുകൊണ്ട് എഴുതി ചേർത്തതായ ലേഖനങ്ങളാണത്. ഈ ദിവസം ആത്മാക്കൾ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ട ആത്മാക്കൾ ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലേക്ക് മാറ്റപ്പെടണം. അവരെ തികഞ്ഞവരാക്കി മാറ്റി എനിക്ക് ക്രിസ്തുവിന്റെ മുൻപിൽ അവരെ നിർത്തണം. ചില ദൈവദാസന്മാരുടെ ചരിത്രം വായിക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ കടന്നു വരുമായിരുന്നു. കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്നവർ കരമുയർത്താൻ പറയുകയാണെങ്കിൽ എല്ലാവരും കരങ്ങൾ ഉയർത്തുമായിരുന്നു. ഒരു 3 മാസം 4 മാസം അവരെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അവരിൽ ഒരു 20% കൂടുതൽ ആളുകൾ കർത്താവിന് വേണ്ടി നിൽക്കുന്നില്ല എന്ന് കാണുവാൻ കഴിഞ്ഞു. അവർ വീണു പോകുവാനിടയായി. ചാൾസ് ഫിനി എന്നൊരു ദേവദാസനുണ്ടായിരുന്നു. അദ്ദേഹം മീറ്റിംഗ് വെച്ചാൽ വളരെ കുറച്ച് ആളുകളെ വരികയുള്ളൂ, കുറച്ചു പേരെ വരികയുള്ളൂ. കൂടുതൽ ആളുകൾ വരികയില്ല. ഇവിടെ ആഹാരം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിറച്ച് ആളുകൾ വരുവാൻ ഇടയാകും. മീറ്റിംഗ് കഴിഞ്ഞിട്ട് ആഹാരമുണ്ടെന്ന് നോട്ടീസിൽ അടിക്കുകയാണ് എങ്കിൽ എന്താണ്, വീട്ടിലെല്ലാവരും വരും. വീട്ടിൽ 4 പേരെ ഇട്ടിട്ട് ഒറ്റയ്ക്ക് വരുമോ? അവരെയും കൂട്ടിയിട്ട് വരും. ഓട്ടോ പിടിച്ചു വരുവാൻ ഇടയാകും. എന്താണ്, സഹോദരി അവിടെ ആഹാരമുണ്ട്, നിങ്ങളും വാ പോകാം. ഇന്ന് ആഹാരം ഉണ്ടാക്കണ്ട, റെസ്റ്റ് എടുത്തോളൂ, അവിടെ ആഹാരം കിട്ടും. യേശുവിനെയും അങ്ങനെ അനുഗമിച്ച അനേകം ആളുകളുണ്ടായിരുന്നു. നിങ്ങൾ വയറ് നിറഞ്ഞത് കൊണ്ടാണല്ലോ എന്നെ അനുഗമിക്കുന്നത്, യഥാർത്ഥമായിട്ടാണോ എന്നെ അനുഗമിക്കുന്നതെന്ന് ചോദിച്ചു. 5 അപ്പവും 2 മീനും അനുഗ്രഹിച്ചു കൊടുത്തപ്പോൾ ആളുകളെല്ലാം കഴിച്ചിട്ട് കുറെ കഷ്ണങ്ങളൊക്കെ ബാക്കി വെച്ച് കുറച്ച് ആളുകൾ വന്നിട്ട് യേശുക്രിസ്തുവിനെ എടുത്തുയർത്തി, നീയാണ് ഞങ്ങളുടെ രാജാവ്, നീ ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആഹാരത്തിന് മറ്റെങ്ങും പോകണ്ട എന്ന് പറഞ്ഞു. യേശു അവിടെ നിന്നും മാറിപ്പോകാനിടയായി, അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാനിടയായെന്നാണ്. എന്താണ് ഈ കാലത്ത് ദൈവവേല എന്ന് പറഞ്ഞാൽ? ആഹാരം, അട്രാക്ഷൻസ്, ആഡംബരങ്ങൾ. മ്യൂസിക്കിനും അതിൻ്റെതായ ഒരു ലെവലുണ്ട്. മ്യൂസിക്കിനെ ദൈവത്തെ പോലെ കണ്ടിട്ട് ആരാധിക്കുന്ന ശരിയല്ല. പാട്ടുകൾക്ക് വേണ്ടിയാണ് മ്യൂസിക്, അല്ലാതെ മ്യൂസിക്കിന് വേണ്ടിയുള്ളതല്ല പാട്ട്. ദൈവത്തെ ആരാധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. എന്നാൽ ചിലർ പാട്ടുകൾക്ക് വേണ്ടി മാത്രമാണ് വരുന്നത്. പാട്ടുകൾക്ക് വേണ്ടി വരുന്ന ആളുകൾ അവസാനം ഒന്നിനും കൊള്ളാത്തവരായിട്ട് മാറും. ഈ ദിവസം ദൈവം എന്നോട് എന്താണ് സംസാരിക്കുന്നത്? ഈ ദിവസം ദൈവത്തിന്റെ അടുക്കൽ നിന്ന് എനിക്ക് ഏതു സന്ദേശമാണ് കിട്ടുന്നത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്രമപ്പെടുത്തേണ്ടത് എന്തെങ്കിലും ഉണ്ടോ? ദൈവത്തിൽ നിന്നും കേൾക്കേണ്ട എന്തൊക്കെയുണ്ട്? വിശ്വസിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ആശയോടുകൂടി ദൈവസന്നിധിയിലേക്ക് വരണം. ദൈവം നിന്നെ അറിഞ്ഞു, എന്നാൽ നീ അവനെ അറിയുന്നില്ല. അതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ നീ എവിടെയോ ആയിരിക്കുന്നത്. അവൻ നിന്നെ വിളിച്ചു, എന്നാൽ അവൻ്റെ വിളിയെ നീ അനുസരിച്ചില്ല. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധിയില്ല, അനുഗ്രഹമില്ല, നിനക്ക് സംതൃപ്തിയില്ല. നല്ല ഒരു ദൈവദാസനായിട്ട് നിന്നെ ഒരുക്കിയെടുക്കുന്നതിന് നിന്റെ ജീവിതത്തിൽ കഷ്ടതയും നഷ്ടവും അപമാനവും നിന്ദയും ഞെരുക്കവും അനുവദിക്കുവാനിടയാകും അവൻ. അത് നിന്റെ നന്മയ്ക്കാണ്, അല്ലാതെ തിന്മയ്ക്കല്ല. അത് നിന്നെ കൂടുതൽ ഉന്നതമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്, അല്ലാതെ നശിപ്പിക്കുവാനല്ല. ഇന്ന് അനേകം ആളുകൾ ആ പ്രോസസ്സിൽ വീണു പോവുകയാണ് ചെയ്യുന്നത്. ലോകത്തെ സ്നേഹിച്ച് പിന്തിരിഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത്. യൂദയെപ്പോലെ പണത്തിൽ കണ്ണുവെച്ചിട്ട് ദൈവവേല വിറ്റുകളയുന്നു. അവൻ്റെ കരത്തിനുള്ളിൽ പൊടിയുകയാണെങ്കിൽ, അവൻ്റെ കരത്തിനുള്ളിൽ നാം പൊടിയുകയാണെങ്കിൽ, നാം ഞെരിഞ്ഞമരുകയാണെങ്കിൽ, ഒരു മുത്ത്, ആ മുത്ത് ആ തോടിനുള്ളിലായിരിക്കുന്ന സമയത്ത് അത് സമുദ്രത്തിന്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് ആ മുത്ത് ശരീരത്തിന് ഉള്ളിൽ കിടന്ന് ഇളകാനിടയാകും. അതിൻ്റെ ശരീരം ചൂട് പിടിക്കുവാനിടയാകും. എന്നാൽ ആ ചൂടിൽ, ആ പോരാട്ടത്തിൽ വളരെ കഷ്ടപ്പെട്ട് നല്ല ഒരു മുത്തിനെ വെളിയിലേക്ക് അവസാനം കൊണ്ടുവരും. ദൈവം നിന്റെ ജീവിതത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലുള്ള ഒരു ജീവിതം നിന്നിൽ കാണുവാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കഷ്ടപ്പെടണം, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം,
തെറ്റായിട്ടുള്ളതായ വഴികളിൽ, ദുരുപദേശങ്ങളിൽ പെട്ട് വീണുപോകാനിടയാകരുത്. അനേകം ദേവദാസന്മാരുടെ ആരംഭം നല്ലതാണ്, അവസാനം നന്നല്ല. ആരംഭം നന്നായിരുന്നു, സൈഡ് ട്രാക്കായിട്ട് വഴി മാറിപ്പോകാനിടയായി. അതുകൊണ്ടാണ് ഇന്നുള്ള ക്രിസ്തീയ വേലകൾ ഛിന്ന ഭിന്നമായി മാറുന്നത്, ഒരുമിച്ച് നിൽക്കുവാൻ കഴിയാത്തത്. ഭിന്നമായ അഭിപ്രായങ്ങൾ വരുന്നു, സിദ്ധാന്തങ്ങൾ പുതിയത് വരുന്നു, കള്ളപ്രവാചകന്മാർ വരുന്നു. നിന്നെ ഒരു യഥാർത്ഥ ദൈവദാസനായിട്ട് നിർത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിന്റെ മുൻപിൽ പറയുക, കർത്താവേ, നിന്റെ ഹിതം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നീ നടത്തുമാറാകണമേ എന്ന്. എന്റെ ഇഷ്ടമല്ല കർത്താവേ, ഈ ദിവസം മുതൽ നീ എന്ത് പറഞ്ഞാലും അത് മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ. കർത്താവേ, നിന്റെ ഹിതത്തെ നീ വെളിപ്പെടുത്തുമാറാകണമേ. നിന്റെ കരങ്ങളിലെടുത്ത് ഞങ്ങളെ നീ ഉപയോഗിക്കുമാറാകണമേ. എന്നെ ഉടയ്ക്കണമേ, എന്നെ പണിയണമേ, ക്രിസ്തുവിന്റെ സാദൃശ്യത്തിലേക്ക് എന്നെ മാറ്റിയെടുക്കണമേ അപ്പാ. എന്നിൽ യേശുവിനെ കാണുവാനായി, എൻ്റെ വാക്കുകൾ യേശുവിൻ്റെ വാക്കുകളായിട്ട് മാറുന്നതിന് എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് വായ് തുറന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി നിന്റെ മക്കളെ നീ ദർശിക്കണമേ. ശരീരത്തിൽ രോഗമുണ്ടെന്ന് പറയുന്നവർ, ആരോഗ്യം നശിച്ചിരിക്കുന്നു എന്ന് പറയുന്നവർ, കൂടുതൽ ജീവിച്ചിരിക്കില്ല എന്ന് പറയുന്നവർ, ഹൃദയത്തിന്റെ രോഗമുണ്ട്, കിഡ്നിയുടെ രോഗമുണ്ടെന്ന് പറയുന്നതായ ആളുകൾ അനേകരുണ്ട്. എൻ്റെ അവിവേകം കാരണം എയ്ഡ്സ് രോഗം വരുത്തി വയ്ക്കുകയും എൻ്റെ മക്കൾക്കും അതിപ്പോൾ പകരുവാനും ഇടയായി എന്ന് പറയുന്ന വേദനിക്കുന്ന സഹോദര, യേശുക്രിസ്തുവിന്റെ രക്തം സകല ദുർനീതിയിൽ നിന്നും നിന്നെ ശുദ്ധീകരിക്കുമെന്ന് നീ വിശ്വസിച്ചാൽ ഇന്നൊരു അത്ഭുതം നടക്കാനിടയാകും. സകല ശാപത്തെയും നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അഴിച്ചു കളയുകയാണ്. അന്ന് കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയതായ നിന്റെ വിലയേറിയ രക്തത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും മേല് നീ ഇപ്പോൾ പകരുമാറാകണമേ അപ്പാ. തല മുതൽ ശിരസ് വരെയും ഞങ്ങളുടെ ശരീരത്തിൽ ഏത് ഭാഗങ്ങളിൽ, ഏത് അവയവങ്ങളിലാണ്, ഏത് ഞരമ്പുകളിലാണ്, കാലുകളിലാണ് ഏതൊക്കെ ദോഷമാണുള്ളത്, ഏതൊക്കെ രോഗമാണുള്ളത്, നിന്റെ രക്തത്താൽ കഴുകി പരിപൂർണ സൗഖ്യം നൽകുമാറാകണമേ അപ്പാ. തിരികെ പോകുമ്പോൾ കർത്താവേ, നീ ഞങ്ങളെ സൗഖ്യപ്പെടുത്തിയെന്ന്, ഞങ്ങളുടെ ഹൃദയങ്ങൾ മാറപ്പെട്ടിരിക്കുന്നുവെന്നും, ഞങ്ങൾ കർത്താവിന്റെ സ്വരം കേട്ടിരിക്കുന്നുവെന്നും ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് സാക്ഷ്യം പറയുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നീ അയക്കുമാറാകണമേ. ആരെയും ഉപേക്ഷിച്ച് കളയരുതേ കർത്താവേ. ഇന്നലെയും ഇന്നും എന്നേക്കും നിത്യനായിരിക്കുന്ന ദൈവമേ, ഞങ്ങൾ എത്ര ദൂരത്തിരുന്ന് പ്രാർത്ഥിച്ചാലും നിന്നിൽ വിശ്വാസം അർപ്പിക്കുന്നവരുടെ മേൽ നിന്റെ ദർശനത്തെ അയക്കുന്നതായ കർത്താവേ, നിന്റെ അത്ഭുത കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുമാറാകണമേ. ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ഒരു ഹൃദയത്തിലും തോന്നാത്തതായ അനുഗ്രഹങ്ങളെ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തെ നിറച്ചുകൊണ്ട് പോകുവാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് നടത്തുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ചു വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.